പ്രിയപ്പെട്ടവരെ, വീണ്ടും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹൈറിച്ചിൻ്റെ ഇരകൾ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കേസ് ഇന്നലെ നമ്മുടെ ശ്രീകുമാർ വക്കീൽ ഘോരഘോരം സെഷൻ കോർട്ടിൽ വാദിച്ചിരുന്നു. പി അതിനെ കൗണ്ടർ ചെയ്യുകയും ചെയ്തു. പി കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ട് എന്നുള്ളത് കൊണ്ട് ഇന്നത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മുടെ ദിൽബർ ഭായിക്ക് അതിനെക്കുറിച്ചിട്ട് വളരെ മനോഹരമായിട്ടൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അതാണ് അതിനെക്കുറിച്ച് ഞാൻ ഇന്നലെ വീഡിയോ ഇടാതിരുന്നത്. എന്തായാലും നമ്മുടെ അനസ് ഭായിനെ കുറിച്ചിട്ട് അനസ് ഭായ് നടത്തുന്ന ഒരു തട്ടിപ്പിനെ കുറിച്ചിട്ട് ഒന്നല്ല, നടത്തുന്നത് മുഴുവൻ തട്ടിപ്പാണ്. എന്നാൽ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന സെല്ലാർ എഫക്സ് എന്ന് പറയുന്ന ഒരു തട്ടിപ്പിനെ കുറിച്ചിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ഇത് തട്ടിപ്പാണെന്നും ഈ വെബ്സൈറ്റ് ഡമ്മി വെബ്സൈറ്റ് ആണെന്നും പൈസ ലൂട്ടിയാൻ വേണ്ടിയിട്ട് സാധാരണക്കാരെ പറ്റിക്കാനുള്ള ശ്രമമാണെന്നും ഞാൻ പറഞ്ഞിരുന്നു. അദ്ദേഹം ആദ്യം ഞാൻ വീഡിയോ ഇട്ടപ്പോൾ അതിന് കോപ്പി സ്ട്രൈക്ക് വന്നു. അദ്ദേഹത്തിൻ്റെ വീഡിയോയുടെ ഭാഗം ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇളയരാജയാണ്. പേടിയാണ്, ഈ തട്ടിപ്പ് നാട്ടുകാരെ അറിയുമെന്നുള്ള പേടിയാണ്. രണ്ടാമത് ഞാൻ അദ്ദേഹത്തിൻ്റെ വീഡിയോ ഒക്കെ മാറ്റി വോയിസ് എഫക്റ്റൊക്കെ കൊടുത്തിട്ട് യൂസ് ചെയ്തു. അപ്പോഴും കോപ്പി സ്ട്രൈക്ക് വന്നിട്ട് യൂട്യൂബ് ആ വീഡിയോ റിമൂവ് ചെയ്തു. എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നത്? നിങ്ങളുടെ കയ്യിലല്ലേ ചാനലുള്ളത്. ഞാൻ പറയുന്നതിനെ നിങ്ങൾക്ക് ഡിഫെൻഡ് ചെയ്യാണ്ടെങ്കിൽ അതിന് മറുവാദം പറഞ്ഞൂടെ. ഇവന് പറയുന്നത് ശരിയല്ല, ഇന്ന നിയമത്തിൽ ഇങ്ങനെ ഞങ്ങൾക്ക് ഇത് ആളുകളുടെ കയ്യിൽ നിന്ന് പൈസ മേടിക്കാൻ ഞങ്ങൾ അനുവദിക്കുന്നുണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് പറഞ്ഞൂടെന്നേ. എന്തിനാണ് ഈ കോപ്പി സ്ട്രൈക്ക് തന്നിട്ട് വീഡിയോ റിമൂവ് ചെയ്യാൻ പോകുന്നത്? നിങ്ങളുടെ അതിൽ ഒന്നുമില്ല. അതുകൊണ്ടാണ് ഇത് തട്ടിപ്പാണ് 100% നിങ്ങൾക്ക് തന്നെ ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് ഈ അനസ് ഈ കോപ്പി സ്ട്രൈക്കൊക്കെ തന്നിട്ട് ഈ വീഡിയോ റിമൂവ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. എന്തായാലും അനസിൻ്റെ തട്ടിപ്പുകളെ കുറിച്ചിട്ട് വീഡിയോ ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ കണ്ടന്റിന് പഞ്ഞമില്ല. കാരണം നടത്തുന്നത് മുഴുവൻ തട്ടിപ്പാണ്. ഇയാൾ കൊണ്ടുവരുന്നത് അത്രയും തട്ടിപ്പാണ്. ആരെങ്കിലുമൊക്കെ വല്ല ക്രിമിനൽസും അങ്ങനെയുള്ള ആളുകളൊക്കെ എന്തെങ്കിലുമൊക്കെ പേരിൽ എന്തെങ്കിലുമൊക്കെ ഒരു കമ്പനി രൂപീകരിക്കും. കമ്പനിയൊന്നുമില്ല, ഒരു തട്ടിക്കൂട്ട് വെബ്സൈറ്റ് ടെംപ്ലേറ്റ് വെബ്സൈറ്റൊക്കെ ഒന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുക, 5000-6000 ഒക്കെ രൂപ ഉണക്കിയിട്ട് മൊത്തത്തിലൊരു ഹോസ്റ്റും ഡൊമൈനൊക്കെ സംഘടിപ്പിക്കുക. എന്നിട്ട് പിന്നെ ഞങ്ങളുടെ പിരിവാണ്. ഈ ചാനലിൽ വന്നിട്ട് പ്രൊമോഷന് കുറച്ച് പൈസയും കൊടുത്തു കഴിഞ്ഞാൽ ഇയാളത് വിളിപ്പിച്ച് തരും. പിന്നെ ഞങ്ങളുടെ പിരിവാണ്. അങ്ങനെ വന്നിട്ടുള്ള പുതിയൊരു തട്ടിപ്പാണ് ഇന്നലെ അനസിൻ്റെ ചാനലിൽ. ഇതിൻ്റെ പേര് ട്രേഡ് എക്സൽ, അതാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഈ ഒരു പെൺകുട്ടിയും, ഒരു വയനാട് സ്വദേശിനിയായ ഒരു പെൺകുട്ടിയും അതുപോലെ തന്നെ മലപ്പുറം ജില്ലക്കാരനായ ഒരു യുവാവുമാണ് ഇത് പ്രൊമോട്ട് ചെയ്യാൻ എത്തിയിട്ടുള്ളത്. ഫ്രഷായ കണ്ടന്റുകളാണ്. അതായത് ഇത് തന്നെ USDT കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ 3 ഇരട്ടി പൈസ കിട്ടും, ഇത് ട്രേഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് തരുന്ന പൈസയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്ഥിരം പല്ലവി തന്നെയാണ്. എന്തായാലും ഞാനിത് കേട്ടപ്പോൾ പ്രിയപ്പെട്ടവരെ, ഞാൻ മുൻപ് പറഞ്ഞത് നിങ്ങൾക്ക് അറിയാമല്ലോ, അതൊക്കെ ഞാൻ അവസാനം പറയാം. ഞാൻ ഇതിൽ കൊടുത്ത നമ്പറിൽ ബന്ധപ്പെട്ടപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞ കാര്യങ്ങൾ കൂടി ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. ഇദ്ദേഹത്തിൻ്റെ ചാനലിൽ നിന്ന് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു നിർവാഹവും ഇല്ലാത്തത് കൊണ്ടാണ് ഈ പെൺകുട്ടി പറയുന്നത്. ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. ഹായ്, ട്രേഡ് എക്സൽ എന്ന് പറയുന്നത് UK ബേസ്ഡ് രജിസ്ട്രേഷൻ കമ്പനിയാണ്. ഇതൊരു റിയൽ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമാണ്. ഡെയിലി 1 to 3 എന്നുള്ള രീതിയിൽ പ്രോഫിറ്റ് കൊടുക്കുന്നൊരു സിസ്റ്റമാണ് ഇവിടെയുള്ളത്. ഇവിടെ $20 മുതൽ എത്ര ഡോളർ വേണമെങ്കിലും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇടുന്ന എമൗണ്ടിൻ്റെ 3 ഇരട്ടി വരെയാണ് നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു $100 ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാൾക്ക് $300 വരെയാണ് നമുക്ക് കിട്ടുന്നത്. ഈ 300 ഡെയിലി 100 ഇട്ട് കഴിഞ്ഞാൽ 100ൻ്റെ 1% നമുക്ക് മിനിമം വരുന്നത് കേട്ടോ. കാരണം മാക്സിമം നമുക്ക് 3% വരെ വരാം. അതായത് മിനിമം ഒരു USDT ആണെന്നുണ്ടെങ്കിൽ 100ൻ്റെ 1%. ഫ്രഷ് സാധനമാണല്ലേ. $100 ഇട്ട് കഴിഞ്ഞാൽ $300, $20 ഇടുന്നവർക്ക് $60, അങ്ങനെ 3 ഇരട്ടി ഒക്കെ കിട്ടുമെന്നാണ് നമ്മുടെ ഷംഷീർ താത്ത വാഗ്ദാനം ചെയ്യുന്നത്. ഷംഷീർ താത്തക്ക് ഈ കമ്പനിയെ കുറിച്ചിട്ട് കൂടുതലൊന്നും അറിയില്ല. ഷംഷീർ താത്ത ഇതിൻ്റെ പ്രൊമോട്ടറാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ഈ പെൺകുട്ടിയോട്, വയനാട് സ്വദേശിയായ പെൺകുട്ടിയോട് ഇതിൻ്റെ നമ്പർ എന്തെങ്കിലും നിങ്ങളുടെ കയ്യിലുണ്ടോ, UK ബേസ്ഡ് കമ്പനിയാണല്ലോ, നമ്പർ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു. അതിലിടക്ക് അവർ ഈ ഒരു വീഡിയോയിൽ ഈ കമ്പനി സൗദി അതുപോലെ തന്നെ UAE ഒക്കെ ഡയറക്ടർ ബോർഡിലുണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു. എനിക്ക് എന്താണത് മനസ്സിലായില്ല. അത് ഞാൻ അവരോട് ചോദിച്ചപ്പോൾ അവരുടെ മറുപടിയൊന്നും പറഞ്ഞില്ല. അത് തള്ളുന്ന വഴിക്ക് ഒരു ഉന്തും കൂടെ കിടന്നോട്ട് വെച്ചിട്ട് അങ്ങോട്ട് പറഞ്ഞു വിടുകയാണ്. തോന്നുന്നൊക്കെ അങ്ങോട്ട് പറയുകയാണ്, ഇത് ആ ഡയറക്ടർ ബോർഡ് ഉണ്ട്, മറ്റേ ഇവിടെ ഇംഫാൾ ടവറിൻ്റെ മുകളിൽ കമ്പനിക്ക് ഓഫീസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകളുടെ കയ്യിലിരിക്കുന്ന പൈസ തന്നെ കയ്യിലെത്തണം, അങ്ങോട്ട് പറഞ്ഞ് തള്ളി വിടുകയാണ്. എന്തായാലും ഇവരോട് ഞാൻ ഈ കമ്പനിയുടെ രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് ചോദിച്ചപ്പോൾ UK ബേസ്ഡ് കമ്പനിയാണെന്ന് പറഞ്ഞു. അപ്പോൾ UK ബേസ്ഡ് രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട്, സാധാരണ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഇടയിലൊന്നും ഉണ്ടാവാറില്ല, അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഇൻകോർപ്പറേറ്റ് സർട്ടിഫിക്കറ്റ് എനിക്ക് അയച്ചു തന്നു. കമ്പനി രജിസ്റ്റർ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഈ ഇൻകോർപ്പറേറ്റ് സർട്ടിഫിക്കറ്റ്. അതിൽ കമ്പനിയുടെ രജിസ്ട്രേഷൻ നമ്പർ അടക്കം ഉണ്ടായിരിക്കും. അപ്പോൾ ഞാൻ ഈ ഇൻകോർപ്പറേറ്റ് സർട്ടിഫിക്കറ്റ് UK ഏത് ഫിനാൻഷ്യൽ കമ്പനി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാലും ഫിനാൻഷ്യൽ കണ്ടക്ട് അതോറിറ്റിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ കമ്പനിയുടെ മുഴുവൻ ഡീറ്റെയിൽസ് എടുക്കാൻ പറ്റും. നമ്മുടെ ഹൈറോക്സിൻ്റെ ഒക്കെ, നമ്മുടെ ഹൈറിച്ചുകാർ ഇറക്കിയിരുന്ന വ്യാജ ക്രിപ്റ്റോ കറൻസിയൊക്കെ അവരൊരു തട്ടിക്കൂട്ട് സ്ഥാപനം UK രജിസ്റ്റർ ചെയ്തിരുന്നു. ഇതൊക്കെ ഇപ്പോഴും ഈ ഒരു അതോറിറ്റിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. നമ്പർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാലോ അല്ലെങ്കിൽ പേരടിച്ചു കഴിഞ്ഞാലോ കിട്ടും. അതിന് ഈ ഒരു അതോറിറ്റിയുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് ഇവരുടെ രജിസ്റ്റർ നമ്പർ വെച്ച് ചെക്ക് ചെയ്തപ്പോൾ കാണിച്ച സാധനമാണ് ഈ കാണിക്കുന്നത്. അങ്ങനെ ഒരു സാധനം തന്നെ അവിടെ നിലവിലില്ല. സോ ഇത് ഫേക്കാണ്. ഇവരുടെ വെബ്സൈറ്റ് തന്നെ സ്വന്തമായിട്ട് ഡൊമൈൻ പോലും ഇല്ലാത്ത ഷെയറിംഗ് ഡൊമൈനാണെന്ന് കണ്ടപ്പോൾ തന്നെ എനിക്കിത് ഉടായ്പാണെന്ന് മനസ്സിലായിരിക്കണം. ഇത് ഏതോ മലയാളികൾ
മിഡിൽ ഈസ്റ്റിലോ മറ്റോ ഇരുന്നിട്ട് ഇവരെ അറിഞ്ഞിട്ടാണോ ചെയ്യുന്നത് എന്ന് അറിയില്ല, ഈ പെൺകുട്ടി യുവാവൊക്കെ അറിഞ്ഞിട്ടാണോ ചെയ്യുന്നതെന്ന് അറിയില്ല. പൈസ ലൂട്ടിങ്ങിനുള്ള ശ്രമമാണ്. ഇവർക്ക് ഈ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇവരിൽ നിന്ന് വാങ്ങിച്ച പൈസ തന്നെയാണ്. അത് കൊടുത്തു കഴിയുമ്പോൾ അടിയിലുള്ള ആളുകളെ കൊടുക്കും. അങ്ങനെ ഇവരുടെ കയ്യിൽ ഒരു ബൾക്ക് എമൗണ്ട് ആയി കഴിഞ്ഞാൽ മുങ്ങാനുള്ള ശ്രമമാണ്. ഇങ്ങനൊരു ട്രേഡ് എക്സൽ എന്ന് പറഞ്ഞിട്ട് ഒരു കമ്പനി തന്നെ നിലവിലില്ല. ഇവർ തന്നെ ഇൻകോർപ്പറേറ്റ് സർട്ടിഫിക്കറ്റിൽ ട്രേഡ് എ എന്നാണ്ടായിരുന്നത്, അതോ എ ട്രേഡ് എന്നോ അങ്ങനെ എന്തോ ആണ് ഉണ്ടായിരുന്നത്. എന്തായാലും അങ്ങനെ ഒരു പേരിലോ അങ്ങനെ ഒരു നമ്പറിലോ UK ഒരു കമ്പനി രജിസ്റ്റർ ചെയ്തിട്ടില്ല. സോ ഇത് വ്യാജമാണ്. ഈ വ്യാജമായ കമ്പനിയുടെ പേര് പറഞ്ഞിട്ട് ഇവരൊരു തട്ടിക്കൂട്ട് വെബ്സൈറ്റ് ഉണ്ടാക്കിയിട്ട് ആളുകളുടെ അതിൽ നിന്ന് പൈസ ലൂട്ടിയാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഇങ്ങനെയുള്ള എല്ലാ തട്ടിപ്പുകളും കേരളത്തിൽ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ അനസ് ഒരുങ്ങിയിരിക്കുകയാണ്. ഏകദേശം 2 വർഷത്തിന് മുകളിലായിട്ട് ഇയാൾ ഇങ്ങനെയുള്ള തട്ടിപ്പുകൾ പ്രൊമോട്ട് ചെയ്യാണ്. ആയിരക്കണക്കിന് ആളുകളുടെ പൈസയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇദ്ദേഹം റിമൂവ് ചെയ്യിപ്പിച്ച 2 വീഡിയോയുടെ അടിയിൽ വന്ന കമൻറ്റുകൾ ഒരുപാട് സങ്കടപ്പെടുത്തി. ഒരുപാട് സാധാരണക്കാരാണ് ഇയാളുടെ തട്ടിപ്പിൽപ്പെട്ടിട്ട് 7 ലക്ഷം പോയവർ, കോടി, എൻ്റെ ടീമിൽ നിന്ന് മൊത്തം കോടി പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാൾ കമൻറ്റ് ഇട്ടിരുന്നു. 15,000, 20,000, 2,000, 3,000 ഒക്കെ വെച്ചിട്ട് സാധാരണക്കാരുടെ അവരുടെ മക്കൾക്ക് തിന്നാൻ കൊടുക്കേണ്ട പൈസയാണ് ഇയാൾ അടിച്ചു മാറ്റിയിട്ട് കൊണ്ടുപോയിട്ടുള്ളത്. ഇയാളും ഇയാളുടെ സംഘാംഗങ്ങളും കൂടിയിട്ട് തട്ടിപ്പ് നടത്തിയിട്ട് കൊണ്ടുപോയിട്ടുള്ളത്. ഇയാൾക്ക് ഒരുപാട് ഇങ്ങനെ ദുരൂഹതകൾ ഇതിലുണ്ട്. ഇയാളുടെ നെഗറ്റീവ് ഒരു കമൻറ്റുകളും ഇയാൾ അനുവദിക്കില്ല. ഇയാളുടെ ഒരു വീഡിയോ കണ്ടന്റ് വെച്ചിട്ട് ഇയാൾ തട്ടിപ്പാണെന്ന് പറയാൻ സമ്മതിക്കില്ല. അങ്ങനെ ഒരുപാട് ദുരൂഹതകൾ ഇതിന് പിന്നിലുണ്ട്. കേരളം കണ്ട ഏറ്റവും വലിയ ഇങ്ങനെയുള്ള മണി ചെയിൻ തട്ടിപ്പ് പ്രൊമോട്ട് ചെയ്യുന്ന ചാനൽ തട്ടിപ്പാണ് ഇതെന്ന് ന്യായമായി നമുക്ക് സംശയിക്കേണ്ടിയിട്ട് വരും. പ്രിയപ്പെട്ടവർ, ഞാനിപ്പോൾ ഈ ട്രേഡേഴ്സ് എക്സലിൻ്റെയും SellarFXൻ്റെയും ഒക്കെ പറഞ്ഞതുപോലെ ക്രിപ്റ്റോ കറൻസിയിൽ ട്രേഡ് നടത്തിയിട്ട് ലാഭം തിരിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഇന്ത്യയിൽ ഡെപ്പോസിറ്റ് സ്വീകരിക്കാൻ കഴിയില്ല. ഞാൻ കഴിഞ്ഞ SellarFXൻ്റെയും നിങ്ങളോട് പറഞ്ഞിരുന്നു. അത് നിലവിലുള്ള നിയമങ്ങളുടെ ലംഘനമാണ്. ബാനിങ് ഓഫ് അൺറെഗുലേറ്റഡ് ഡെപ്പോസിറ്റ് സ്കീം ആക്ടിൻ്റെ ലംഘനമാണ്, ബെറ്റ്സ് ആക്ടിൻ്റെ ലംഘനമാണ്. മാത്രമല്ല ഇവർ 100% ലാഭം തിരിച്ചു തരാമെന്ന് പറയുന്നത് കൊണ്ട് ഇത് ഉറപ്പായിട്ടും ഇത് മണി റൊട്ടേഷനാണ്. പൈസ നമ്മൾ കൊടുക്കുന്ന പൈസ തന്നെ തിരിച്ച് നമുക്ക് തരികയാണ്. അതുകൂടാതെ ഇവരുടെ കയ്യിലൊരു ബൾക്ക് എമൗണ്ട് ആയിക്കഴിഞ്ഞാൽ ഇവർ മുങ്ങും. അതാണ് ഇയാളുടെ 90% ഇയാൾ പ്രൊമോട്ട് ചെയ്യുന്ന കമ്പനികളും ഇങ്ങനെ തന്നെ ഉണ്ടായിട്ടുള്ളൂ. കുറച്ച് പൈസയൊക്കെ പലർക്കും കിട്ടും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 1000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരു 300-400 ഒക്കെ നിങ്ങൾക്ക് ലാഭമാണെന്ന പേരിൽ 10-20 രൂപ വെച്ച് തന്നിട്ട് കുറച്ച് അധികം പൈസ അവരുടെ കയ്യിലാകുമ്പോൾ ഇയാളും ഈ ടീം മുങ്ങും. ഇയാളുടെ ചാനൽ നോക്കിക്കഴിഞ്ഞാൽ അപ്പോഴേക്ക് ഇയാളൊരു 10 തട്ടിപ്പുകൾ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കേണ്ട പൈസയാണ് 2-2.5 കൊല്ലമായിട്ട് ഈ ചങ്ങാതി പലവിധ തട്ടിപ്പുകാർക്കും കൊണ്ട് കൊടുക്കുന്നത്. ഇയാളെ സമൂഹത്തിന് മുൻപിൽ തുറന്ന് കാണിച്ചാൽ മതിയാവുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ 2 വീഡിയോക്ക് അടിയിലും നിങ്ങളുടെ പൈസ പോയത് ഒരുപാട് പേര് കമൻറ്റ് ഇട്ടിരുന്നു. ആ കമൻറ്റുകൾ ഇതിലും റിപ്പീറ്റ് ചെയ്യണം. കാരണം ഇയാളുടെ പേര് തിരഞ്ഞു വരുന്ന ആളുകൾക്ക് ഇയാൾ തട്ടിപ്പുകാരനാണ് എന്ന് തിരിച്ചറിയാൻ പറ്റണം. ഞങ്ങൾ ഇങ്ങനെയുള്ള മണി ചെയിൻ തട്ടിപ്പുകൾക്കെതിരെ കേരളത്തിൽ മൂവ്മെൻറ്റ് നടത്തുന്ന ഒരു കൂട്ടായ്മയാണ്. എൻ്റെ ചാനലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഹൈറിച്ച് അങ്ങനെയുള്ള പലവിധ തട്ടിപ്പുകൾക്കെതിരെ ഞങ്ങൾ പലവിധ പ്രവർത്തനങ്ങളും ഏകോപിപ്പിച്ച് കൊണ്ടുപോകുന്നുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങളിപ്പോൾ ചെയ്യുന്നതിൽ നിന്ന് അതിൻ്റെയൊക്കെ ഒരു തീരുമാനമായി കഴിഞ്ഞാൽ അടുത്തത് ഈ തട്ടിപ്പുകാരൻ തന്നെയാണ് ഫോക്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഞങ്ങൾ ഒരു കൂട്ടായ്മക്കെല്ലാം രൂപം കൊടുക്കാൻ ആലോചിക്കുന്നുണ്ട്. ഇതിൽ ഇയാളുടെ തട്ടിപ്പിൽ പെട്ടുപോയ ആയിരക്കണക്കിന് പേരുണ്ട്. അത് ഇയാളെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരേണ്ടതൊക്കെ ഉണ്ട്. ഇയാൾ ഡിസ്ക്ലെയിമറൊന്നും വെച്ചിട്ട് കാര്യമില്ല. ഇത് പ്രോത്സാഹിപ്പിച്ചിട്ട് അനധികൃത നിക്ഷേപം, ഇല്ലീഗൽ ഡെപ്പോസിറ്റ് പ്രോത്സാഹിപ്പിച്ചിട്ട് ഡിസ്ക്ലെയിമർ വെച്ചിട്ടൊന്നും കാര്യമില്ല. നിയമത്തിൻ്റെ പലവിധ സാധ്യതകൾ ഇതിലുണ്ട്. ഇയാൾക്ക് ഇതുവരെ ഉണ്ടാക്കിയ പൈസ അടക്കം ഗവൺമെൻറ് കണ്ടുകിട്ടിയിട്ട് ഇതിൽ ഇരകൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പലവിധ സാധ്യതകളുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ ഉപയോഗപ്പെടുത്തും. അതിന് നമ്മളെല്ലാവരും കൈകോർത്ത് നിൽക്കണം. ഇയാളെ തട്ടിപ്പിലിരയായ ഒരുപാട് പേരുണ്ട്. നിങ്ങളുടെ അനുഭവങ്ങൾ നിങ്ങൾ അടിയിൽ എഴുതാം. ഞങ്ങളുടെ ടീമിലുള്ള എല്ലാവരും അത് വായിക്കും. ഞങ്ങൾ ഭാവി കാര്യങ്ങൾ അതിനനുസരിച്ച് നിർബന്ധമായിട്ട് പ്ലാൻ ചെയ്യും. ഈ അനസ് കീഴ്ശ്ശേരി എന്ന തട്ടിപ്പുകാരനെ നമുക്ക് നിയമത്തിൻ്റെ മുൻപിൽ കൊണ്ടുവരണം. ഇങ്ങനെയുള്ള അനധികൃത നിക്ഷേപം പ്രോത്സാഹിപ്പിച്ച് അത് വെച്ചിട്ട് മണി ചെയിൻ തട്ടിപ്പ് നടത്തുന്ന ക്രിമിനൽ സംഘങ്ങൾക്ക് വളം വെച്ച് കൊടുക്കുന്ന ഇങ്ങനെയുള്ള തട്ടിപ്പുകാരെ നിലക്ക് നിർത്തേണ്ടത് നമ്മുടെ രാജ്യത്തിൻ്റെയും നമ്മുടെയും സമ്പദ് വ്യവസ്ഥയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. പ്രിയപ്പെട്ടവരെ, ഇയാൾ അടുത്ത തട്ടിപ്പായിട്ട് വരുമ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യങ്ങളുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരേണ്ടത്.